ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഓൺ വോയിസിൽ വരാൻ കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നേ. എനിക്ക് 4-5 ദിവസമായിട്ട് പനിയാണ്. ഇപ്പോഴത്തെ പനി അറിയാലോ, ശബ്ദമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ തീരെ വയ്യായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ എനിക്ക് ഫോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലും അല്ലായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു, ഗുളിക കഴിക്കുന്നുണ്ടേ. അപ്പൊ എനിക്ക് പനീന്റെ തെളിവ് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ദിവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഒന്നുമില്ല. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താന്ന് ചോദിച്ചപ്പോ ഒരു പ്രശ്നമൊന്നുമില്ല, എന്താണ് ചോദിച്ചു. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റീലില്. അപ്പൊ അത് ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ചാനൽ എടുത്തിട്ടിട്ട് അതിനകത്ത് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ രാജ് ടോക്ക് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ അപ്പൊ ആ ലിങ്ക് ഒന്ന് അയക്കെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്കിന്റെ മുതലാളി ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്കിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ. എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ എന്റെ മുഖത്തോ എന്റെ ശരീരത്തോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ എന്നെ ദ്രോഹിച്ചിട്ടോ ഇല്ല. നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? അല്ലെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും എന്ത് ചെയ്യുന്നു? ഇപ്പം രേഖ രതീഷ് കഴിഞ്ഞു, രേണുസുതി കഴിഞ്ഞു, ഇനിയിപ്പം പഴയ സ്റ്റാർട്ടിങ് ഞാനാണല്ലോ ഉണ്ടായത്. അപ്പൊ ദിവ്യ ശ്രീധർക്ക് എന്തു പറ്റി? ദിവ്യ ശ്രീധർ അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം, ദിവ്യ ശ്രീധർ സങ്കടമുള്ള വീഡിയോ ഇട്ട പ്രശ്നം, ദിവ്യ ശ്രീധർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദിവ്യ ശ്രീധറിന്റെ ലൈഫ് പൊട്ടിപ്പോയോ? അവര് വേർപിരിഞ്ഞോ? അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി ഭയങ്കര ഉത്കണ്ഠയാണല്ലേ രാജ് ടോക്കിന്. നാണമില്ലേ രാജ് ടോക്കെ? കുറച്ച് നാണമില്ലേ? രാജ് ടോക്ക് പറയുന്നത് അത് ഒറിജിനലായിട്ട് വന്ന മുറിവാണെന്നാണ്. അത് അടിച്ച മുറിവ് തന്നെയാണ്, അത് മേക്കപ്പ് ഒന്നും അല്ല, അത് ഒറിജിനലാണെന്നാണ് രാജ് ടോക്ക് പറയുന്നത്. രാജ് ടോക്ക് ഒന്ന് വന്ന് നോക്ക് ഒറിജിനലാണോന്ന്. എന്റെ ധീര എന്ന് പറയുന്ന വെബ് സീരീസ് മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്, ആ ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. ഞാനൊരു വെബ് സീരീസ് ചെയ്തതിന്റെ ഒരു സീനിലെ പോർഷൻസ് ആണ് അത് സംഭവം. അതില് എനിക്ക് ആക്സിഡന്റ് പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതില് ഫസ്റ്റ് മേക്കപ്പ് അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ഞാൻ വേറൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സോങ്, വേഷങ്ങൾ ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു സോങ്ങും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കാണാനില്ല, ഞാനത് എടുത്തു തരാം. അപ്പോ ഇപ്പൊ ദിവ്യ ശ്രീധർ കല്യാണം കഴിച്ചതിന്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സങ്കടമുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റില്ല, നല്ലൊരു തീം ഇഷ്ടപ്പെട്ട അത് ഇടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ഇടണം. അങ്ങോട്ട് തിരിഞ്ഞ് കണ്ണുന്നൊന്ന് ജസ്റ്റ് വെള്ളം വരുന്ന എന്തെങ്കിലും സീൻ ചെയ്ത് അപ്പൊ പറയും ദിവ്യ ശ്രീധർക്ക് എന്തോ സംഭവിച്ചു. അത് തെച്ചയ്ക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ ഓക്കെ കമന്റ്സുകളൊക്കെ വന്നോട്ടെ, അതിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കി വീഡിയോ ഇടുന്ന രാജ് ടോക്കിനെ പോലെയുള്ള ചാനലുകാരെ എന്ത് ചെയ്യണം? രാജ് ടോക്ക് പറയുന്നത് എന്നെ അടിച്ച പാടാണ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കണ്ടോ? ഞാനും ക്രിസ്തും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ കണ്ടോ? അല്ല നമ്മുടെ ലൈഫ് എങ്ങനെയാ പോകുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ക്രിസ് എന്നെ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ? രാജ് ടോക്കിനോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ കണ്ടോ? ഇല്ലാത്ത കഥകൾ കെട്ടിപ്പൊക്കി വീഡിയോയുടെ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? കുറച്ച് നാണം വേണ്ട നിങ്ങൾക്ക് മാസ വരുമാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി കുറച്ച് നാണം വേണ്ടേ? ഞാനിപ്പോ ഒരു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങന്റെ വീഡിയോ, അതിലെ തീമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഹാർട്ട് ടച്ചിങ് ആയ കുറെ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് അതിനകത്തൊക്കെ വരുന്നത്. അതൊക്കെ എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് വ്യക്തികള് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്
റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിടുന്ന വീഡിയോസുകളൊക്കെ കണ്ട ഞാനത് സ്റ്റോറി ഇടാറുണ്ട്, ഞാനത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. അതിപ്പോ എന്റെ സ്റ്റോറിയിൽ ഇട്ടതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതിട്ട എന്റെ ലൈഫ് മൊത്തം അങ്ങ് ചിന്നി എന്നാണോ അർത്ഥം? എനിക്ക് മനസ്സിലാവില്ല. ദിവ്യ അങ്ങക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ദിവ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ് വേണുഗോപാൽ എന്തോ ചെയ്തു, ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരൻ നമ്മളെ ജീവിതം എന്തോ നശിച്ചു, അങ്ങനെ ഇങ്ങനെ. നമ്മളെ ജീവിതം എന്തോ ആയ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്കൊരു റീച്ച് കിട്ടാനുള്ള മാസ വരുമാനം കിട്ടാൻ അന്നത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം അല്ല ഇട്ട് കളിക്കേണ്ടത്. നിങ്ങളെ ലൈഫ് തന്നെ നിങ്ങൾ ഇട്ട് കളിച്ചത്. നിങ്ങൾ പൊങ്കാലയിടും, നിങ്ങളെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ പൊങ്കാലയിടും. എന്നിട്ട് നിങ്ങളെ റീച്ച് ഉണ്ടാക്ക്. നിങ്ങളുടെ അടുപ്പ് പോകഞ്ഞോ നോക്കിയിട്ട് പോരെ മറ്റുള്ളവരുടെ അടുപ്പ് പോകഞ്ഞോ നോക്കുന്നത്? നിങ്ങളുടെ ലൈഫ് എങ്ങനെയാ പോകുന്നത്? സ്വന്തം പല്ലിക്കുത്ത് നാറ്റിക്കാതെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ നിങ്ങൾ ഒന്ന് അന്വേഷിക്കും. കേട്ടില്ലേ? നമ്മുടെ ലൈഫിൽ ഒരു കുഴപ്പമില്ല, ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് ഇനി പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇത് എന്തൊരു കഷ്ടമാണ്. നാണമില്ല രാജ് ടോക്കിൽ നിന്ന്. എങ്ങനെ ഒരാളെ ലൈഫിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി സ്വയം മെനഞ്ഞെടുത്ത കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്നു? നിങ്ങളെ ചാനൽ പൂട്ടിക്കും. ഞാൻ പറഞ്ഞേക്കാം, ചാനൽ പൂട്ടിക്കും. ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. കേട്ടില്ലേ? ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. ആരും ഏത് ചാനലുകാരും ഞങ്ങളുടെ പിറകെ വരണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ റീൽസ് ഇടും. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഫോണിലല്ലല്ലോ ഞങ്ങളുടെ ഫോണിലല്ലേ. നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾ കാണാൻ പറ്റാത്തവർ നിങ്ങൾ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുക. ഈ ചാനലുകാര് വന്നിട്ട് ഓൺലൈൻ മീഡിയാസുകൾ വന്നിട്ട് നമ്മളെ ഒരു വീഡിയോസും എടുത്ത് പൊങ്കാലി ഇടാൻ നിൽക്കണ്ട. ഇല്ലാത്ത അറിയാത്ത കഥകൾ എടുത്ത് പൊക്കി നിങ്ങൾ തലക്കെട്ട് കൊടുത്ത് ഇവർ പിരിഞ്ഞോ? ദിവ്യ ശ്രീധർ ഇങ്ങനെ കുറെ റീൽസ് സങ്കടമുള്ള റീൽസ് ഇട്ടിട്ടുണ്ട്. അവര് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുട്ടിക്കുരങ്ങന്റെ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ സ്റ്റോറി ഇട്ടത്. അവർ വേർപിരിഞ്ഞോ? ക്രിസ് വേണുഗോപാൽ അടിച്ചു. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, നാവൊക്കെ കുഴഞ്ഞു പോവുകയാണ്. കാരണം ഇത്രയും ഡോസിലെ ഗുളികയാണ് ഞാൻ കഴിക്കുന്നത്. 5 ദിവസമായി പനിയും കൊണ്ട് നിൽക്കുന്നത്. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, രാജ് ടോക്കിനെ പോലെയുള്ള ഈ ഇത്തരം ചട്ടത്തരം കാണിക്കുന്ന ചാനലുകളാണ് ആദ്യം പൂട്ടിക്കേണ്ടത്. ഇനി എന്നെ ക്രിസ് വേണുഗോപാൽ അടിച്ചതുമില്ല, എന്നെ ദ്രോഹിച്ചതുമില്ല. എന്നെ ഇതുവരെ ആ മനുഷ്യൻ ദ്രോഹിച്ചിട്ടില്ല. അത് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തെടുത്ത് എന്നെ അടിച്ചതാണ്, അത് ഒറിജിനലായിട്ട് ചെയ്തതാണ് എന്ന്. ധീര എന്ന് പറയുന്ന വെബ് സീരീസിന് വേണ്ടി എനിക്ക് മേക്കപ്പ് ചെയ്തത് നമ്മുടെ മുരുകൻ ചേട്ടനാണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, 1 മിനിറ്റ്. അതിന് ബാക്കി ഇവിടെ കാണാനില്ല. അല്ലെങ്കിൽ ഞാനത് അതുകൂടി ഞാനൊന്ന് പോസ്റ്റ് ചെയ്തേനെ. സമയം കണ്ടായിരുന്നു. ഇനിയിപ്പോ അത് ഞാൻ ഒരു കൈയൊക്കെ മുറിഞ്ഞ് നെറ്റിയൊക്കെ പൊട്ടിയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദിവ്യശ്രീതക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിവ്യശ്രീതക്ക് എന്തെങ്കിലും ഒന്ന് സങ്കടമുള്ള ഒരു വീഡിയോ ഇട്ടാ അത് പ്രശ്നം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്ന്. നിങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളുടെ പിറകെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാണം ഇല്ലാതാ ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് നാണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കളിക്കുമ്പോൾ കുറച്ച് നാണം ഇല്ലേ ഇവർക്കൊന്നും? രാജ് ടോക്കിന് അങ്ങ് മറ്റേ ഗിന്നസ് റെക്കോർഡ് നേടാൻ വേണ്ടിട്ടില്ല എന്തോ ആണെന്ന് തോന്നുന്നു. ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പിരിഞ്ഞ ഒരു വീഡിയോ ഇട്ടാല് എന്തോ ആദ്യത്തെ കണ്ടുപിടുത്തം രാജ് ടോക്ക് കണ്ടുപിടിച്ചു. ദിവ്യ ശ്രീധർക്ക് അടി കിട്ടി ക്രിസ് വേണുഗോപാലിന്റെ കയ്യിൽ നിന്നും. ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടാ. ഫസ്റ്റ് കണ്ടുപിടിച്ചത് രാജ് ടോക്കാണ്. ഇനിയിപ്പം അതിന്റെ പിറകെ വന്നോളും കുറെ ടീമുകൾ. ഇപ്പം വരും. കാരണം അവർക്ക് ഞങ്ങളെ പോലെയുള്ളവരെ പൊങ്കാലിട്ട ഒരുപാട് റീച്ച് കിട്ടുമല്ലോ. അപ്പൊ പിന്നെ അങ്ങ് ഇനിയിപ്പോ ഒരുപാട് റീൽസുകളൊക്കെ വന്നോളൂ, കുഴപ്പമില്ല. ഒന്നാമതേ വയ്യാതെ കണ്ട് ഡോക്ടർക്ക് പോയി ആ ഒരു അവസ്ഥ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. എന്റെ കൈയൊക്കെ മുറിഞ്ഞ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇപ്പൊ കാണാനില്ല, ഇതിനകത്ത് എവിടെയോ ഉണ്ട്. ഇനിയിപ്പോ തപ്പിയെടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണത്. എവിടെ ഉണ്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ് ടോക്ക് ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ.
ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഇറക്കിയത് രാജ് ടോക്കാണ്. അപ്പോ രാജ് ടോക്ക് ഇതിന് കൃത്യമായ ഒരു മറുപടി തന്നേ പറ്റുള്ളൂ. രാജ് ടോക്കാണ് ഇതിപ്പം മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ള ഉത്തരവും രാജ് ടോക്ക് തന്നെ തരണം. ആ വീഡിയോ നിങ്ങളെല്ലാരും കണ്ടിട്ടോ എന്റെ പേജ് ഒന്ന് ചെക്ക് ചെയ്താ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ വീഡിയോ കാണാനില്ല. ഇതിപ്പോ നിങ്ങൾക്ക് തെളിവടക്കം ഇങ്ങനെ തരണം എന്ന് വെക്കുമ്പോ തന്നെ ഇത്തിരി കഷ്ടമാണ്. മിനിറ്റ് തീരെ വയ്യ, നല്ല പനിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിന്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, തീരെ വയ്യാത്തതുകൊണ്ടാണ് ഇത് ശബ്ദം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. രാജ് ടോക്ക് ഇതിനൊരു മറുപടി തന്നേ പറ്റുള്ളൂ. കേട്ടില്ലേ? ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കി നാട്ടുകാർക്ക് മുമ്പിൽ നമ്മളെ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന, നമ്മളെ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രാജ് ടോക്ക് ഇതിനൊരു മറുപടി തന്നേ പറ്റുള്ളൂ.